അപ്പോൾ പ്രിയ പ്രേക്ഷകരെ തിരികെ സ്വാഗതം. ഗുഡ് ഈവനിംഗ് വിത്ത് മാധു സജയിലേക്ക്. നേരത്തെ ഈ ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൊടുത്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് ആ വാർത്ത കൊടുക്കാത്തതെന്ന്. വരികയാണ് ആ വാർത്ത. UDF-ലെ ഡീൽ ആരോപണത്തിൽ നിയമം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രിയുടെ മറുപടി. BJP അക്കൗണ്ട് പൂട്ടിച്ചത് കോൺഗ്രസ് അല്ല, CPM എന്ന് പിണറായി വിജയൻ. 2016-ൽ നേമത്ത് O രാജഗോപാൽ ജയിക്കാൻ കാരണം കോൺഗ്രസ് BJP സഖ്യമാണ്. 2016-ൽ തിരുവനന്തപുരത്ത് BJP വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. എങ്ങനെയായിരുന്നു അക്കൗണ്ട് തുടങ്ങിയത്? നേമം സീറ്റില് കോൺഗ്രസിന്റെ വോട്ടിനെന്ന് സംഭവിച്ചു. വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്? TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. പ്രസാദ്, അങ്ങനെ ഡീൽ ആരോപിച്ച് പോകാനാണ് എങ്കിൽ ഞങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ളതാണ് CPM-ന്റെ ഒരു ലൈൻ. അതിൽ മുഖ്യമന്ത്രി പറയുന്നു, നോക്കൂ, നേമത്ത് 50,000 വോട്ടുണ്ടായിരുന്നു എൻ ശക്തൻ മത്സരിച്ച് ജയിക്കുമ്പോൾ കോൺഗ്രസിന്. അത് അവിടെ നിന്ന് 13,000 വോട്ടിലേക്ക് പോയപ്പോഴാണ് O രാജഗോപാൽ ജയിച്ചത്. തിരിച്ച് 38-ലേക്ക് വന്നപ്പോഴാണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോ അങ്ങനെ എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. അത് തന്നെയാണ് മാധു, നമുക്കറിയാവുന്നതുപോലെ ഇടതുമുന്നണിയും അതുപോലെ തന്നെ UDF-ഉം NDA-യും പരസ്പരം ഈ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. CPIM-ഉം BJP-യും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ടടക്കം, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടടക്കം നേരത്തെ തന്നെ UDF ഉയർത്തുന്നതുമാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലും അതേ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വരുന്നു. 10 മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇടതുമുന്നണിയും അതുപോലെ തന്നെ BJP-യും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണിയുടെയും തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പൊതുയോഗം തുടങ്ങിയ ദിവസം തന്നെ നിയമം ഉയർത്തിക്കാട്ടി അന്നത്തെ കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ടേക്ക് പോയി എന്ന് വീണ്ടും ചോദിക്കുന്നത്. ഈ ചോദ്യം ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ പ്രസക്തമാകും. ഒരു കാര്യം ഉറപ്പാണ് മാധു, ചില മണ്ഡലങ്ങളിലെങ്കിലും ഇത്തരത്തിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ വെച്ച് BJP-ക്കോ അതല്ലെങ്കിൽ CPIM-നോ അതല്ലെങ്കിൽ കോൺഗ്രസിനോ UDF-നോ ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ചിലയിടങ്ങളിൽ ഉണ്ടാക്കി എന്ന വിമർശനം വ്യാപകമായി ഉണ്ടാകും. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ ആരോപണം ഉയരും. ഏതെങ്കിലും ഘട്ടത്തിൽ വോട്ട് കുറഞ്ഞാലോ കൂടിയാലോ അത് ഈ പറയുന്ന ഡീലിന്റെ ഭാഗമായെന്ന് ഓരോ മുന്നണിക്കും ഉയർത്തിക്കാട്ടാനും കഴിയും. തെരഞ്ഞെടുപ്പ് വരെ ഇത്തവണ ഡീല് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. മാധു, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അതായത് കോൺഗ്രസിന്റെ ഒരൊറ്റ വോട്ട് നേമം മണ്ഡലത്തിൽ കുറഞ്ഞാൽ അതിന് കണക്ക് പറയേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകുന്നത്.